കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 9ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ 8 എപ്പിസോഡുകൾ നമ്മളിതിൻ്റെ ഇൻട്രൊഡക്ഷൻ ശ്രദ്ധിക്കുകയായിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ആദ്യത്തെ 5 വാക്യങ്ങളിൽ യോഹന്നാൻ വചനത്തെ പരിചയപ്പെടുത്തുന്നു. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വചനത്തിന് മുന്നോടിയായി കടന്നു വരുന്ന യോഹന്നാൻ സ്നാപകനെ എഴുത്തുകാരൻ പരിചയപ്പെടുത്തുന്നു. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വചനത്തോടുള്ള പ്രതികരണം എഴുത്തുകാരൻ രേഖപ്പെടുത്തുകയാണ്. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജഡ അവതാരം, അതായത് വചനത്തിൻ്റെ ജഡ അവതാരം. ഇത് വളരെ ചുരുക്കത്തിൽ നമുക്ക് 8 എപ്പിസോഡുകൾ കൊണ്ട് ധ്യാനിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മൾക്ക് കൃപ തന്നു. ഇന്ന് 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുവാനായി കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ ടെസ്റ്റിഫൈ ചെയ്യുകയാണ്, സാക്ഷീകരിക്കുകയാണ്. അത് എഴുത്തുകാരനായ യോഹന്നാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് പഠിക്കുമ്പോൾ എങ്ങനെ ഇന്ന് യേശു കർത്താവിനെ സാക്ഷീകരിക്കുവാൻ കഴിയുമെന്ന ആ വലിയ ദൂതാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ഒരു പ്രസംഗി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് സാക്ഷീകരിക്കേണ്ടത്? യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതവും ശുശ്രൂഷയും ശ്രദ്ധിച്ചാൽ ഈ കാലഘട്ടത്തോട് ഒരു വലിയ ദൂത് യോഹന്നാന് പറയാനുണ്ട്. 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളെ 2ആയി തിരിച്ചു പഠിക്കുവാൻ കഴിയും. 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന്മാരയച്ച ഒരു ഡെലിഗേഷൻ, അവരുടെ നേതൃത്വത്തിലുള്ളവർ യോഹന്നാനെ ചോദ്യം ചെയ്യുമ്പോൾ യോഹന്നാൻ്റെ മറുപടിയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിന് മുൻപിൽ യേശുവിനെ സാക്ഷീകരിക്കുന്നു. ആദ്യം അവരുടെ ആ ഡെലിഗേഷൻ്റെ മുൻപിലും പിന്നീട് ഇസ്രായേലിൻ്റെ മുൻപിലും സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയും. 19 മുതൽ 28 വരെയുള്ള ആ ഒരു ഡിവിഷനിൽ അതിനെ പിന്നെയും നമുക്ക് 2ആയി തിരിച്ചു പഠിക്കുവാൻ കഴിയും. യഹൂദന്മാർ അയച്ച അവരുടെ ആ ഡെലിഗേഷൻ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ആദ്യത്തെ ഡിവിഷൻ. അതായത് 19 മുതൽ 23 വരെയുള്ള വാക്യം, 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ താൻ എന്ത് ചെയ്യുകയാണ് എന്ന് അവർ ചോദിക്കുകയാണ്. തൻ്റെ ആ ക്രിയയെ താൻ സ്നാനപ്പെടുത്തുന്നത് ഏത് അധികാരത്തോടെയാണ് എന്നവർ ചോദിക്കുകയാണ്. ഞാനത് ഒന്നുകൂടെ പറയാം. 19 മുതൽ 34 വരെയുള്ള ആ വാക്യങ്ങളെ നമ്മൾ 2ആയി വിഭജിച്ചു. 19 മുതൽ 28 വരെയും 29 മുതൽ 34 വരെയും എന്ന 2 പിരിവ്. ആ 2 പിരിവിൽ ആദ്യത്തെ പിരിവ് 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങളെ പിന്നെയും 2ആയി നമ്മൾ തിരിച്ചു പഠിക്കുകയാണ്. അതിൽ ആദ്യത്തെ പിരിവ് 19-ാം വാക്യം മുതൽ അതിൻ്റെ 23-ാം വാക്യം വരെ ലീഡേഴ്സായി കടന്നു വരുന്നവർ യോഹന്നാനോട് ചോദിക്കുകയാണ്, നീ ആരാണ്? അവൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. രണ്ടാമത് 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ പ്രവൃത്തിയെ അവർ ചോദ്യം ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മൾ ഒരു വിഷയം വിഭജിച്ച് പഠിക്കുമ്പോൾ അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ബൈബിളിൽ തന്നെ ആ വിഭജനങ്ങൾ നിങ്ങൾ പഠനത്തിൻ്റെ സൗകര്യത്തിനായി ഒന്ന് വേർതിരിച്ച് ഒന്ന് രേഖപ്പെടുത്തിയാൽ പിന്നീട് ബൈബിൾ നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകുവാനായി കഴിയും.
യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷ വാസ്തവത്തിൽ 19-ാം വാക്യത്തിലല്ല തുടങ്ങുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ വിഭജനങ്ങളൊന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതായിരുന്നു, യേശുക്രിസ്തുവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകനെ ദൈവം അയക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ്: ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചം ആയിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതിനത്രേ. പ്രത്യേകം ഞാനൊരു എപ്പിസോഡിൽ ഓർപ്പിച്ചിരുന്നു, എഴുത്തുകാരനായ യോഹന്നാൻ സ്നാപകൻ്റെ സബോർഡിനേറ്റായിട്ടുള്ള ആ ശുശ്രൂഷ എടുത്തു കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ 15-ാം വാക്യത്തിൽ യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപനായി തീർന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. 15-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ വാമൊഴിയാൽ തന്നെ താൻ യേശുക്രിസ്തുവിന് സബോർഡിനേറ്റാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ എഴുത്തുകാരൻ ആ വിഷയം ശ്രദ്ധിക്കുന്നുണ്ട്. മുൻപൊരിക്കൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇതിനൊരു കാരണമുണ്ട്. ഇത് എഴുതുന്ന സമയത്ത് ഒരു പക്ഷെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ട് കാണും. പക്ഷേ തന്നെ അനുഗമിക്കുന്നവർ യേശുക്രിസ്തുവിനെ അനുഗമിക്കേണ്ടതിന് പകരം പിന്നെയും യോഹന്നാൻ സ്നാപകനെ അവരനുഗമിച്ച് ആ നിലയിൽ മുന്നോട്ട് പോകുവാൻ അവർ തുടങ്ങി. അത് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് എഴുത്തുകാരൻ യോഹന്നാൻ്റെ മിനിസ്ട്രിയെ പിന്നെയും പറഞ്ഞുകൊണ്ട് താൻ യേശുക്രിസ്തുവിന് സബോർഡിനേറ്റ് ആയിരുന്നു എന്നും തൻ്റെ പ്രധാന ശുശ്രൂഷ യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുകയാണ്, യേശുക്രിസ്തുവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് എന്ന് താൻ കൂടെ പറയുന്നത് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. ഈ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു കാര്യം പലയിടങ്ങളിലും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. ചില വ്യക്തിത്വങ്ങൾ അവരറിയിക്കുന്ന ദൂതുകൾ സത്യമായ ദൂതുകളാണ്, അവർ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. പക്ഷേ അവരെ പിന്തുടരുന്ന ചില പ്രവണതകൾ നമ്മൾക്ക് കാണുവാൻ കഴിയും. ചിലരുടെ ഉള്ളിൽ അവരെയാണ് സ്ഥാപിക്കുന്നത്. അവർ പറഞ്ഞ മെസ്സേജും അവർ യേശുക്രിസ്തുവിനെ ഉയർത്തിയതും പാടെ മറന്നിട്ട് അവരിലാണ് അട്രാക്റ്റഡായി നിൽക്കുന്നത്. ദൈവവചനം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. അത്രയും പറഞ്ഞുകൊണ്ട് 19-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ പറഞ്ഞാൽ, നമ്മൾ ഇനി യോഹന്നാൻ സ്നാപകൻ യഹൂദന്മാരുടെ ലീഡേഴ്സിൻ്റെ മുൻപിൽ യേശുക്രിസ്തുവിനെ ടെസ്റ്റിഫൈ ചെയ്യുന്ന, സാക്ഷീകരിക്കുന്നതാണ് നാം കാണുന്നത്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നീ ആര് എന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവൻ്റെ അടുക്കൽ അയച്ചപ്പോൾ അവൻ്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റു പറഞ്ഞു. ആരൊക്കെയാണ് യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ വന്നത്? പുരോഹിതന്മാരെയും ലേവ്യരെയും അവൻ്റെ അടുക്കൽ അയച്ചപ്പോൾ എന്ന് 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ അതിൻ്റെ 24-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അയക്കപ്പെട്ടവർ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു എന്നും കാണുന്നു. അപ്പോൾ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവർ, പുരോഹിതന്മാരുടെ കൂട്ടത്തിലുള്ളവർ, പുരോഹിതന്മാരെ സഹായിക്കുന്ന ലേവ്യർ, ഇവരൊക്കെ കൂടെയാണ് ഒരു പക്ഷെങ്കിൽ സെനദ്രി സംഘത്തിലുള്ള യഹൂദന്മാരെ ഭരിക്കുന്ന 70 അംഗ കമ്മിറ്റിയിലുള്ള ആളുകളായിരിക്കും യോഹന്നാനെ ഈ നിലയിൽ ചോദ്യം ചെയ്യുവാനായി കടന്നു വന്നത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ ഇവിടെ ഒന്ന് നിർത്തി ഈ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ആ പശ്ചാത്തലം അല്പമായിട്ടൊന്ന് പറയാം. എന്തിനാണ് ഇവർ ഇങ്ങനെ യോഹന്നാനെ ഈ നിലയിൽ ചോദ്യം ചെയ്യുവാൻ ഒരു ഡെലിഗേഷനെ അയക്കുന്നത്? ദൈവമക്കൾ മനസ്സിലാക്കണം, സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ സന്ദേശം, യോഹന്നാൻ ആ കാലഘട്ടത്തിൽ വളരെ പോപ്പുലറായ ഒരു പ്രീച്ചർ, അതിശക്തമായി ദൈവത്തിൻ്റെ ആലോചന താൻ അറിയിച്ച ഒരു വ്യക്തിത്വമാണ്.
മരുഭൂമിയിൽ പാർത്തിരുന്ന യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ വചനം, ആ കാലഘട്ടത്തിൻ്റെ അരുളപ്പാട് വന്നു. ആ കാലഘട്ടത്തിലെ ആത്മീകമായ സിസ്റ്റങ്ങളിൽ നിന്ന് വേറിട്ടിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന ഈ പ്രവാചകനാണ് ദൈവം കാലഘട്ടത്തിൻ്റെ അരുളപ്പാട് കൊടുക്കുന്നത്. തൻ്റെ ആ പ്രസംഗങ്ങൾ വളരെ ശക്തമായി മനുഷ്യ ഹൃദയങ്ങളിൽ അത് സ്വാധീനിക്കുവാൻ തുടങ്ങി. ആളുകൾ എല്ലായിടത്തും, മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെയധികം പുരുഷാരത്തെ താൻ അട്രാക്റ്റ് ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, യോഹന്നാൻ സ്നാപകൻ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല എങ്കിലും ദൈവത്താൽ അയക്കപ്പെട്ടവനായതുകൊണ്ടും തൻ്റെ മേൽ ദൈവിക അഭിഷേകമുണ്ടായിരുന്നതുകൊണ്ടും ദൈവം കൊടുത്ത സന്ദേശം താൻ പറഞ്ഞതുകൊണ്ടും മരുഭൂമിയിൽ തൻ്റെ പ്രസംഗം കേൾക്കുവാൻ, മാനസാന്തരത്തിൻ്റെ പ്രസംഗം കേൾക്കുവാൻ ധാരാളം ആളുകൾ കടന്നു വന്നിരുന്നു. ഇത് അന്നത്തെ യഹൂദന്മാരെ വളരെ ചിന്തിപ്പിക്കുകയും അവരിൽ ഭയമുളവാക്കുകയും ചെയ്തു. അവരെക്കാളൊക്കെ പുരുഷാരത്തെ ഇപ്പോൾ യോഹന്നാൻ സ്നാപകനാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അവരെ ഭരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിനെതിരെ വിപ്ലവം ഉണ്ടാകുമോ, പൊളിറ്റിക്കൽ നീക്കമുണ്ടാകുമോ എന്ന് പോലും ഈ യഹൂദ ലീഡേഴ്സ് ചിന്തിച്ചുകൊണ്ട് അവർ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ വന്ന് തന്നെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അപ്രൈസിംഗ് ഉണ്ടായാൽ അത് ഈ നേതാക്കന്മാർക്ക് വളരെ ക്ഷീണം ഉളവാക്കുന്ന കാര്യമാണ്. കാരണം റോമൻ ഗവൺമെൻറ് ഇങ്ങനെയുള്ള അപ്രൈസിങ്ങിനെ അടിച്ചമർത്തും, അതിന് പിൻപിലുള്ളവരെയും ഒക്കെ അവരടിച്ച അമർത്തും. അങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇവരാണ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ആളുകൾ. അതിൻ്റെ നടുവിൽ യോഹന്നാൻ സ്നാപകൻ്റെ അതിശക്തമായ പ്രസംഗം ആളുകളെ കൂട്ടിയപ്പോൾ അവരത് പൊളിറ്റിക്കലായിട്ടും ചിന്തിക്കുവാൻ തുടങ്ങി. മാത്രമല്ല, യോഹന്നാൻ സ്നാപകൻ്റെ പാരമ്പര്യം ശ്രദ്ധിച്ചാൽ താൻ ഒരു പുരോഹിതനായി ശുശ്രൂഷിക്കേണ്ടയാളാണ്. പുരോഹിതനായി ശുശ്രൂഷിക്കേണ്ടയാൾ വളരെ വ്യത്യസ്തമായൊരു മെസ്സേജ് മരുഭൂമിയിൽ പറഞ്ഞ് ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. യഹൂദന്മാരുടെ ഇടയിൽ ആ കാലഘട്ടത്തിൽ മാനസാന്തരമൊക്കെ നിലവിലുണ്ട്. പക്ഷേ ജാതീയ ആളുകൾ, ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ യഹൂദൻ സ്നാനപ്പെടുത്തി മതത്തിൽ ചേർക്കാറുണ്ട്. എന്നാൽ യഹൂദ മതത്തിൽപ്പെട്ടവരെ തന്നെ മാനസാന്തരം പറഞ്ഞ് മാനസാന്തര സ്നാനം കഴിപ്പിക്കുന്ന യോഹന്നാൻ്റെ ശുശ്രൂഷ അവർക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ മതപരമായ നിലയിലും പൊളിറ്റിക്കലായ നിലയിലും അവർക്ക് യോഹന്നാൻ ആരാണ്, യോഹന്നാൻ എന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുവാൻ വേണ്ടിയാണ് ആ ഡെലിഗേഷൻ വരുന്നത്. ഈ 19-ാം വാക്യം വായിച്ചതിൻ്റെ താഴെയുള്ള വാക്യങ്ങൾ നമ്മുടെ സമയപരിമിതിക്കുള്ളിൽ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാൻ ആരാണെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പൊരു എപ്പിസോഡിൽ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സെക്കറിയ പുരോഹിതൻ്റെ മകനാണ് യോഹന്നാൻ സ്നാപകൻ. പക്ഷേ യോഹന്നാൻ ഒരിക്കലും ദേവാലയത്തിൽ ശുശ്രൂഷിച്ചില്ല. ഇന്ന് ക്രൈസ്തവ മതത്തിൽ പോലും ആളുകൾ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. യോഹന്നാൻ സ്നാപകനാണ് യേശുക്രിസ്തുവിന് പട്ടത്വം കൊടുത്തത് എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ തിരുവെഴുത്ത് പഠിച്ചാൽ യോഹന്നാൻ സ്നാപകൻ ലേവി ഗോത്രത്തിൽപ്പെട്ടവനും യേശു കർത്താവ് യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനുമാണ്. ലേവി ഗോത്രത്തിൽപ്പെട്ടവർക്കാണ് പൗരോഹിത്യം പഴയ നിയമത്തിൽ ദൈവം കൽപ്പിച്ചാക്കി വച്ചിരിക്കുന്നത്. യോഹന്നാൻ കർത്താവിന് പട്ടത്വം കൊടുത്തതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് രേഖയില്ല. യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു കർത്താവ് സകല നീതിയും നിവർത്തിക്കേണ്ടതിന് 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റു എന്നുള്ളത് സത്യമാണ്. പക്ഷേ പട്ടത്വം കൊടുത്തിട്ടില്ല. യോഹന്നാൻ തന്നെ അങ്ങനെ ഒരു പൗരോഹിത്യ ശുശ്രൂഷ
ആലയത്തിൽ കയറി ചെയ്തിട്ടില്ല. അങ്ങനെ യാതൊരു തെളിവും ദൈവത്തിൻ്റെ വചനത്തിലില്ല. കാലഘട്ടത്തിൻ്റെ പ്രവാചകനായി താൻ കർത്താവിന് വഴിയൊരുക്കുന്ന ശുശ്രൂഷയാണ് ചെയ്തതെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നു. ആകയാൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം വായിച്ച് വചനം എന്താണ് പറയുന്നത് ആ സത്യം ഉൾക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കൃപ തരട്ടെ. തൻ്റെ ശുശ്രൂഷ സമൂഹത്തെ സ്പർശിച്ചു. ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഭാവിക്കുന്ന യഹൂദൻ പോലും അവൻ്റെ ഹൃദയത്തിൽ മാനസാന്തരമുണ്ടായി. യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാനായി പലയിടങ്ങളിൽ നിന്നും ആളുകൂടി. ഇത് യഹൂദ മതത്തിൻ്റെ ലീഡേഴ്സിനെ വളരെ ചിന്തിപ്പിക്കുകയുണ്ടായി. ഈ അധികാരം എവിടെ നിന്നാണ് എന്ന് അവർ ചിന്തിക്കുവാൻ തുടങ്ങി. എന്നാൽ ആദ്യം അവർ 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 23 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ ചോദ്യം നീ ആര് എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് 19 വാക്യത്തിൻ്റെ 2-ാം ഭാഗം അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റുപറഞ്ഞു. എഴുത്തുകാരനായ യോഹന്നാൻ പ്രത്യേകിച്ച് കൺഫസ് ചെയ്തു, ഏറ്റുപറഞ്ഞു എന്നുള്ള വാക്ക് ഒന്നിലധികം പ്രാവശ്യം എടുത്തു പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. യേശുക്രിസ്തുവിനെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ സാക്ഷീകരിക്കാം എന്നുള്ളതിന് ഒരു നല്ല മാതൃകയാണ് യോഹന്നാൻ സ്നാപകനിലൂടെ നമ്മൾക്ക് കിട്ടുന്നത്. യോഹന്നാൻ സ്നാപകൻ എന്ന പ്രസംഗി തന്നെത്താൻ ഉയർത്താതെ തൻ്റെ ഈ പ്രഭാഷണം അല്ലെങ്കിൽ തൻ്റെ ഈ മറുപടികൾ ഒക്കെ നാം ശ്രദ്ധിച്ചാൽ തനിക്ക് ഒറ്റ ഫോക്കസേ ഉള്ളൂ, താൻ വന്ന ദൗത്യം പൂർത്തീകരിക്കണം, തന്നേക്കാൾ വലിയവനായ മശിയായിട്ട് വന്നിരിക്കുന്ന ഉയരത്തിൽ നിന്ന് വന്ന യേശുക്രിസ്തുവിനെ ഉയർത്തണം. നീയാണോ ക്രിസ്തു മശിയ എന്ന് ആ ചോദ്യത്തിൽ അന്തർലീനമായി കിടപ്പുണ്ട്. നീ ആര് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റുപറയാൻ കാരണം അവരുടെ ചോദ്യത്തിൽ അന്തർലീനമായി കിടക്കുന്ന ഒരർത്ഥമാണ്, ഒരു മീനിങ് ആണ്. ആർ യു ദ മസ്സയ? വളരെ ഈസിയായിട്ട് ആ കാലഘട്ടത്തിലെ അതോറിറ്റികളെ സ്വാധീനിക്കുവാൻ തൽക്കാലത്തേക്കാണെങ്കിലും അതെ എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. പക്ഷേ താനത് പറഞ്ഞില്ല. യോഹന്നാൻ എന്ന എഴുത്തുകാരൻ തന്നെ സബോർഡിനേറ്റായിട്ട് അവതരിപ്പിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു. പക്ഷേ താൻ തന്നെ പലയിടത്തും താന് വളരെ സബോർഡിനേറ്റായി, സബ്മിസീവായി തൻ്റെ ആ സെക്കൻഡറി റോള് താൻ പറയുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രസംഗവൃന്ദത്തോട്, ശുശ്രൂഷകരോട്, ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ ഈ വചനത്താൽ എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും പ്രവചിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയോ അറിയാതെ യേശുക്രിസ്തുവിനേക്കാളും ബഹുമാനം ആഗ്രഹിച്ചു പോകുന്ന പ്രവണതകൾ പലയിടങ്ങളിൽ നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യനാണെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സകല പ്രസംഗങ്ങളുടെയും തീം യേശുക്രിസ്തുവായിരിക്കും. യേശുവിനെ ഉയർത്തുക എന്നുള്ളതായിരിക്കും. തന്നെത്താൻ ഉയർത്തുന്നത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായ ഒരു സ്വഭാവമല്ല എന്ന് ഇവിടെ ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉറക്കെ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശുശ്രൂഷകൾ തന്നെ പലപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ജനപ്രീതി ആ പ്രസംഗിയുടെ ശുശ്രൂഷകനിലേക്ക് ആകർഷിക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയല്ലേ പലപ്പോഴും കൃപാവരങ്ങൾ പോലും ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ സംശയിച്ചു പോകുകയാണ്. എത്ര ദൈവം കൃപ തന്നാലും അതിൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് ആ കൃപാവര ഓപ്പറേഷനിലൂടെ നമുക്കെല്ലാം ഉയർത്തുവാനുള്ളത് യേശുക്രിസ്തുവിനെയാണ്. അവിടുന്നാണ് ദൈവം, അവിടുന്നാണ് രക്ഷകൻ. അവിടുത്തെ നാമത്തെ ഉയർത്താനല്ലേ വാസ്തവത്തിൽ അഭിഷേകം. ഇത് പലപ്പോഴും മറന്നിട്ടാണ് യേശുവിൻ്റെ ശുശ്രൂഷകരാണ് എന്ന് പറയുന്ന പലരും കാലഘട്ടത്തിൽ ശുശ്രൂഷിക്കുന്നത് നമ്മളൊക്കെ ശ്രദ്ധിക്കാറുള്ളത്. നോക്കിക്കേ, നീ ആര് എന്ന്
യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവൻ്റെ അടുക്കൽ അയച്ചപ്പോൾ അവൻ്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റുപറഞ്ഞു. ഒരു മടിയില്ല, അതിനൊരു സെക്കൻഡ് തോട്ട് പോലുമില്ല. ഐ ആം നോട്ട് ദ ക്രൈസ്റ്റ്. 21 വാക്യം, പിന്നെ എന്ത്, നീ ഏലിയാവോ എന്നവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചോദിക്കാൻ കാര്യമുണ്ട്. കാരണം മലാഖി പ്രവചനം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ഇവിടെയെല്ലാം ഏലിയ വഴിയൊരുക്കുവാൻ ഒരാൾ വരുമെന്നുള്ള പ്രവചനത്തെ യഹൂദന്മാർ വിശ്വസിച്ച് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. യോഹന്നാൻ്റെ ഭാവവും മട്ടും വേഷമിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഇത് ഏലിയാവാണോ എന്ന ഒരു സംശയം അവരിലുണ്ടായി. അവർ ചോദിക്കുകയാണ്, നീ ഏലിയാവാണോ? അതും നെഗറ്റീവായിട്ടാണ് യോഹന്നാൻ പറയുന്നത്. കാരണം സ്വർഗത്തിലേക്ക് അഗ്നിമയമായ രഥങ്ങൾ ഏലിയാവിനെ എടുത്തതായിട്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ ഏലിയാവ് ബോഡിലി ഫോമിൽ വന്നവനല്ല യോഹന്നാൻ സ്നാപകൻ. അവരുടെ ചോദ്യത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, അല്ല, ഞാൻ ഏലിയാവല്ല. പക്ഷേ കർത്താവ് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് ഏലിയാവിൻ്റെ ആത്മാവോടെ വന്നവൻ യോഹന്നാനാണ് എന്ന് പറയുന്ന പ്രസ്താവനകൾ നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കുവാൻ കഴിയും. പക്ഷേ ഇവരുടെ ചോദ്യം അക്ഷരാർത്ഥത്തിൽ ഉയരത്തിലേക്ക് സ്വർഗത്തിലേക്ക് പോയ ഏലിയാവാണോ ബോഡിലി ഫോമിൽ വന്നിരിക്കുന്നത് എന്നതാണ് അവരുടെ ചിന്ത. അതാണ് യോഹന്നാൻ സ്നാപകൻ നിഷേധിക്കുന്നത്. അടുത്തത്, നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ മോശ പറഞ്ഞ ഒരു ദൂതാണ്, എന്നെപ്പോലെ ഒരു പ്രവാചകൻ വരുമെന്ന്. ചോദിക്കുന്ന ആളുകൾ തന്നോട് ചോദിക്കുന്നത്, ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണോ നീ? അതും യോഹന്നാൻ സ്നാപകൻ നെഗറ്റീവായി റിപ്ലൈ ചെയ്യുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ പത്രോസും 7:37 സ്തേഫാനോസും ആവർത്തന പുസ്തകത്തിലെ ഈ പ്രവചനം യേശുക്രിസ്തുവിന് അപ്ലൈ ചെയ്യുന്നതായിട്ട് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. തുടർന്ന് 22-ാം വാക്യത്തിൽ അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. 23-ാം വാക്യം, അതിനവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ താൻ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, കർത്താവിൻ്റെ വഴി നേരെയാക്കുവാൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു. എത്രയോ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഐ ആം ജസ്റ്റ് എ വോയിസ് ഇൻ ദ വിൽഡർനെസ്. വ്യക്തിത്വം പോലുമില്ലാത്ത കേവലം ഞാനൊരു ശബ്ദം മാത്രമാണ്. ഇവിടെയെല്ലാം താൻ ഉയർത്താൻ താല്പര്യപ്പെടുന്നത് യേശുക്രിസ്തുവിനെയാണ്. തൻ്റേതായിട്ട് തനിക്കൊന്നുമില്ല, തനിക്കൊരു വ്യക്തിത്വം പോലുമില്ലാതെയാണ് താൻ അവരോട് മറുപടി പറയുന്നത്. ഇത്രയും നാളും പ്രസംഗിച്ച് ധാരാളം പുരുഷാരം തൻ്റെ പ്രസംഗത്തിൽ വന്ന് ദൈവത്തിങ്കലേക്ക് പുരുഷാരത്തെ അടുപ്പിക്കുന്ന മനുഷ്യൻ തൻ്റേതായിട്ട് ഒരു ക്രെഡിറ്റും എടുക്കാതെ തന്നെത്താൻ താഴ്ത്തുന്ന ഒരനുഭവമാണ് നാം കാണുന്നത്. അങ്ങനെ താൻ പറഞ്ഞപ്പോൾ 25-ാം വാക്യം, എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. ഇത് 11-ാം വാക്യവുമായിട്ട് ബന്ധിപ്പിച്ച് വേണമെങ്കിൽ പഠിക്കാം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ അറിഞ്ഞില്ല. ഇവിടെ യോഹന്നാന് തൻ്റെ സ്നാനത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് അവർ ചോദ്യം ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് അതിന് മറുപടി പറയാതെ തൻ്റെ സ്നാനത്തിൻ്റെ പരിധിയെ
താൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യൻ അല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇത് യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബെഥാന്യയിൽ സംഭവിച്ചു. യേശുക്രിസ്തുവിനെ താൻ ഉയർത്തുകയാണ്. തൻ്റെ ശുശ്രൂഷയുടെ പരിമിതികൾ അവിടെ അവരോട് പ്രസ്താവിച്ച് ആ ചോദ്യത്തെ കോൺഫ്രണ്ട് ചെയ്യാതെ അവരോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് താൻ പ്രസൻറ്റ് ചെയ്യുകയാണ്. ബാക്കി തുടർന്നുള്ള വാക്യങ്ങളിൽ 29 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പിന്നെയും താൻ യേശുവിനെക്കുറിച്ച് ഉയർത്തുന്ന കാര്യങ്ങളാണ്, ടെസ്റ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. തൻ്റെ ഹോൾ ഫോക്കസ് ഇരുന്നത് പ്രസംഗം പ്രസംഗിച്ച് ജനത്തിൻ്റെ ഹൃദയത്തെ യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി തനിക്ക് ഒരുക്കണം. ദൈവത്താൽ അയക്കപ്പെട്ടവനായി കടന്നു വന്ന് താൻ രക്തസാക്ഷിയാകുന്നിടം വരെ താൻ ആ മിനിസ്ട്രി പൂർത്തീകരിച്ചു. ദൈവത്താൽ അയക്കപ്പെട്ട ആത്മപൂർണനായ മനുഷ്യൻ ഡ്രസ്സിലല്ല ശുശ്രൂഷ വെളിപ്പെടുന്നത്. തൻ്റെ ഡ്രസ് കോഡിനെ കുറിച്ചൊക്കെ തിരുവെഴുത്ത് പറയുന്നുണ്ട്. അനേക ആളുകൾ ഇന്ന് തെറ്റിദ്ധരിക്കുന്നത് പ്രത്യേക നിലയിൽ ഡ്രസ്സിട്ടെങ്കിലാണ് ആളുകൾ അട്രാക്റ്റ് ആകുന്നതെന്നും പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് അതിന് വേണ്ട നിലയിലുള്ള മ്യൂസിക് സംവിധാനങ്ങൾ, പലയിടത്തും ആളുകൾ ചിന്തിക്കുന്നത് മ്യൂസിക്കിലാണ് അഭിഷേകം വ്യാപരിക്കുന്നതെന്നാണ്. യോഹന്നാൻ സ്നാപകൻ്റെ ട്രൂപ്പ് ഏതായിരുന്നു? മരുഭൂമിയിൽ ആരായിരുന്നു വർഷിപ്പ് ലീഡർ? ദൂതുള്ളവൻ, ദൈവം അഭിഷേകം ചെയ്തവന് ഇതൊന്നും വിഷയമല്ല. ഗാനം ആലപിക്കുന്നവരെ ഞാൻ വിമർശിക്കുകയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഗാനങ്ങൾ ആലപിക്കുവാൻ, അഭിഷേകത്തിൽ ആലപിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരാധന ലീഡ് ചെയ്യുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ലെങ്കിൽ അഭിഷേകം വ്യാപരിക്കത്തില്ല, ശുശ്രൂഷിക്കാൻ സാധ്യമല്ല എന്നാരെങ്കിലും ചിന്തിച്ചാൽ യോഹന്നാൻ സ്നാപകനെ നോക്ക്. മരുഭൂമിയിലെ ശബ്ദം ഇതാണ് വാസ്തവത്തിൽ ഫയർ. സാഹചര്യങ്ങൾ വിഷയമല്ല. വിമർശിക്കാൻ വരുന്ന യഹൂദനോടും പറയുന്ന ദൂത് മാനസാന്തരത്തിൻ്റെ ദൂതാണ്. അവരിൽ വലിയ ചലനങ്ങൾ സംഭവിക്കുകയാണ്. അവരാരാണ് എന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ തനിക്ക് പൊസിഷൻ വിഷയമല്ല. ഞാൻ ചോദിക്കട്ടെ, യോഹന്നാൻ സ്നാപകനെ സ്പോൺസർ ചെയ്യുന്ന ആരാണ്? ഇന്ന് ചില ആളുകൾക്ക് സ്പോൺസർ ഇല്ലാതെ മുന്നോട്ടൊരു കാൽ വയ്ക്കാൻ തന്നെ ഒക്കത്തില്ല. തൻ്റെ ആഹാരത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്താൽ അയക്കപ്പെട്ടയാളാണെങ്കിൽ ദൈവം കരുതിക്കൊള്ളും. ദൈവത്തിൻ്റെ കരത്തിൽ ഒരു ഉപകരണമാകുവാൻ ഏൽപ്പിക്കപ്പെടുന്നയാൾ ദൈവം ഉപയോഗിക്കും. ദൈവം അവന് വേണ്ടിയ ഭൗതിക കാര്യങ്ങൾ കരുതിക്കൊള്ളും. അവൻ്റെ ആഹാരവും വസ്ത്രവും ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ദൈവത്തിൻ്റെ വായായി, ശബ്ദമായി പ്രതിഫല ഇച്ഛ കൂടാതെ നിൽക്കുവാൻ ഒരാൾ തയ്യാറായാൽ കാലഘട്ടത്തിൻ്റെ ദൂത് ദൈവം അവൻ്റെ നാവിൽ പകർന്ന് ഈ കാലഘട്ടത്തിൽ ഒരു ശുശ്രൂഷയ്ക്കായി ദൈവം ഒരുക്കും. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വച്ച ഏറ്റവും വലുത് യോഹന്നാൻ സ്നാപകനാണെന്ന് യേശുക്രിസ്തു പറഞ്ഞു. എന്നാലും ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. വലിയ മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ. അദ്ദേഹം എത്രയോ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് യേശുക്രിസ്തുവിനെ ഉയർത്തുകയാണ്. തൻ്റെ റോൾ എന്താണെന്ന് തനിക്ക് പൂർണ്ണമായി അറിയാമായിരുന്നു. അതൊരു സബോർഡിനേറ്റ് റോളാണ്. അങ്ങനെ തന്നെത്താൻ താഴ്ത്തി. നമുക്കിതൊരു വലിയ മാതൃകയായി മാറട്ടെ. യേശുക്രിസ്തുവാണ് വിഷയം. യേശുവിനെ ഉയർത്തുക.
അതെത്ര വലിയ പൊസിഷൻ ഇരിക്കുന്നവരുടെ നടുവിലും യേശുവിനെ ഉയർത്തുക. തന്നെത്താൻ ഉയർത്താനുള്ള സാധ്യതകൾ മുന്നിൽ വരുമ്പോഴും തന്നെത്താൻ താഴ്ത്തി യേശുവിനെ ഉയർത്തുക. ഞാൻ കുറയണം, അവൻ വളരണം. ഇതാണ് യോഹന്നാന് പറയാനുള്ളത്. അത് പിന്നീട് നമ്മൾ ദൈവവചനത്തിലൂടെ നമ്മൾക്കത് പഠിക്കുവാൻ കഴിയും. 29 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ കുഞ്ഞാടായിട്ടും യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനായിട്ടും യോഹന്നാൻ സ്നാപകൻ ജനത്തിന് പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുമ്പോൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ശുശ്രൂഷ വൃദ്ധത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ, കൃപാവരങ്ങളാൽ ജ്വലിക്കുന്ന ഒരാളാണെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിന് കിട്ടേണ്ട മഹത്വത്തെ മോഷ്ടിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് വാസ്തവമായി ഹൃദയ നുറുക്കത്തോടെ അനുദപിച്ച് കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം യേശുക്രിസ്തുവിനെ ഉയർത്താമെന്ന തീരുമാനത്തോടെ ആയിരിക്കാൻ, അങ്ങനെ ഒരു സമർപ്പണത്തോടെ ആയിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കൃപ തരട്ടെ. അങ്ങനെ നിങ്ങളൊരു തീരുമാനമെടുക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ അറിയാതെ മറ്റ് പല ആളുകളെ കണ്ട് അവരെ നമ്മൾ ചിലപ്പോൾ കോപ്പി ചെയ്ത് കാണും. അനേക ഇടങ്ങളിൽ തെറ്റായ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് എൻ്റെ കേൾവിക്കാരായ ദൈവമക്കൾക്കറിയാം. ഒരു യഥാർത്ഥ ദൈവമനുഷ്യനെയും അല്ലാത്തതിനെയും തമ്മിൽ ഈ ദൈവവചനത്താൽ വിവേചിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരാൾ തന്നെത്താൻ ഉയർത്തുകയില്ല. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരാൾ യേശുക്രിസ്തുവിനെ ഉയർത്തും. കർത്താവ് തന്നെ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ആത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ചാണ് പറയുന്നത്. യേശു ആയിരിക്കും വിഷയം. കർത്താവ് ഈ ചിന്തകളിലൂടെ നമ്മുടെ മനസ്സാക്ഷിയെ ഉണർത്തട്ടെ, ഒരു സമർപ്പണത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യോഹന്നാൻ സ്നാപകൻ കാഴ്ചവെച്ച ശുശ്രൂഷയുടെ ഒരു ഭാഗം ഞങ്ങൾ ചുരുക്കമായി ശ്രദ്ധിച്ചു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ അദ്ദേഹം ഏറ്റവും വലിയവനായിരുന്നെങ്കിലും കർത്താവെ, അവിടുത്തെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയ ആ വചനങ്ങൾ ഞങ്ങൾ വായിച്ച് ഞങ്ങളിത് ഏറ്റെടുക്കുന്നു. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വാസ്തവമായി തലമുറയിൽ കർത്താവിനെ പ്രതിഫലിച്ച കൂടാതെ ഉയർത്തുവാനുള്ള ദൈവകൃപ ഞങ്ങളിൽ പകരണമേ. മഹത്വം ഞങ്ങളുടെ ശുശ്രൂഷകളിൽ കർത്താവ് എടുക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.